അതായത് ഈ ക്രമീകരണങ്ങളെല്ലാം അന്ന് പാർട്ടിയിൽ സജീവമായിരുന്ന കുഞ്ഞികൃഷ്ണൻ അറിയാമായിരുന്നതല്ലേ ഈ ഫണ്ടിന്റെ കാര്യത്തിൽ? പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഈ സംശയം വന്നത്, ഈ 46 ലക്ഷത്തിന്റെ സംശയം? കുഞ്ഞികൃഷ്ണന് സംശയം, കുഞ്ഞികൃഷ്ണനെ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലേ ഇതുവരെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാളല്ലേ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിന് മുന്നിൽ ഒന്ന് അംഗീകരിച്ചിട്ട് പോകണം. പാർട്ടി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പാർട്ടി പ്രവർത്തകൻ അംഗീകരിക്കേണ്ടതാണ്. അതൊരു സാമാന്യ മര്യാദയല്ലേ. ആരെങ്കിലും ചോദിച്ചോ എന്തിനു വേണ്ടിയിട്ടാണിത്? നിങ്ങൾ പാർട്ടി ആകെ അംഗീകരിക്കുമ്പോൾ ഒറ്റയാനായിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത്? പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഒരു നയാ പൈസ ഈ പാർട്ടിയുടെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ പാർട്ടിക്കാരെല്ലാവരും കൈയും കെട്ടി നോക്കി നിൽക്കും. ടി എം ഹുസൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയിലുണ്ടാവുമോ? CPM അല്ലേ ഇത് പാർട്ടി? ഒരു രൂപയുടെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തുറന്ന പുസ്തകമാണ് നാട്ടിൽ. ഞങ്ങളൊക്കെ ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കൊന്നും ഒരു രീതിയിലും ഒന്ന് ഈ നിലക്ക് ഏതെങ്കിലും നിലക്ക് പൈസ ഉണ്ടാക്കി പാർട്ടിയുടെ പൈസ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട നിലയിൽ എന്തൊക്കെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ ഈ മാധ്യമങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയേണ്ടത്? ഇതിനോട് മനസ്സിലായി. ആര് പൈസ എടുത്തുകൊണ്ട് ഈ പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെ? ഇത് CPM അല്ലേ? ഏരിയ കമ്മിറ്റി ഓഫീസ്, നിലവിലൊരു ഏരിയ കമ്മിറ്റി ഓഫീസ് അവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ പുതിയൊരു ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുക, ആ നിർമ്മാണത്തിന്റെ ഭാഗമായി പിരിച്ചെടുത്ത 70 ലക്ഷം രൂപ, കൃത്യമായി പറഞ്ഞാൽ 70,80,000 രൂപയും അതിന്റെ പലിശയായിട്ടുള്ള 85,000 രൂപയും ചേർത്ത് 71 ലക്ഷം രൂപയിലധികം പിരിച്ചെടുത്തത് കണക്കിൽ കാണാനില്ല എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതിലും ഒരു മിസ്സിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ താങ്കൾ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്ന്, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചു, വീട് വെച്ചു കൊടുക്കാൻ, ആ സജിനിക്ക് ജോലി, ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, ഇതെല്ലാം ആ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു. കേസ് നടത്തുന്നു. ആ കുടുംബത്തിന് ഉത്തരവാദിത്വം ആ ഫണ്ടിൽ നിന്ന് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ക്രമീകരണങ്ങൾ പാർട്ടി അറിഞ്ഞാണ്. അവിടെ ആ വിശദീകരണം നിൽക്കുന്നു. ഇനി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയാൽ, ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത 71 ലക്ഷം രൂപയ്ക്ക് കണക്കുകളില്ലേ? ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാകുന്നത് ഈ പിന്നെ കുഞ്ഞികൃഷ്ണൻ പറയട്ടെ എങ്ങനെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് നമ്മൾ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനൊരു സാഹചര്യമുണ്ട്. പയ്യന്നൂരിൽ, കണ്ണൂർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും CPM-നെതിരായി വലിയ നിലയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ, ക്രിമിനലൊന്നും ഞാൻ പറയുന്നില്ല, ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ടിട്ടുള്ള ദിവസം പെരുമഴയുള്ള ജൂൺ മാസം ലാസ്റ്റ് CPM-ൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഗാന്ധി പാർക്കിനോട് ചേർന്ന റോഡിലാണ്. യഥാർത്ഥത്തിൽ റോഡിൽ നിന്ന് നേരെ എടുത്തു വെക്കേണ്ടത് ഓഫീസിലേക്കാണ്. ആ ഓഫീസ് സമ്പൂർണ്ണമായിട്ട് തകർത്തു. ഞങ്ങളുടെ ഓഫീസിൽ 19 പേരുണ്ടായിരുന്നു. അന്ന് ഫോണ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ലോകത്തിൽ ബന്ധപ്പെടാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ നേതൃത്വത്തോട് അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 19 പേരുണ്ട്. ചീമേനിയിൽ നടന്നതുപോലെ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ഇല്ലാതാവും. ഏതെങ്കിലും നിലക്ക് പിന്നെ പാർട്ടിക്ക് അന്ന് അവിടെ ആളുകളെ പെട്ടെന്ന് എത്തിച്ചിട്ടൊന്നും ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അന്ന് കണ്ണൂർ SP, ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് രാജേഷ് ദിവാനാണ്. അദ്ദേഹം ഈ ഓഫീസൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 19 പേര്, ഏറ്റവും പ്രായമുള്ളവർ മുതൽ പുതിയ തലമുറക്കാർ വരെ. അന്ന് ആ 19 പേരും അവിടെ ഇല്ലാതാവുന്ന നില ഞങ്ങളൊക്കെ വല്ലാതെ നിലയിൽ ഞങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ വല്ലാതെ നിലയിൽ ഞങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടമാണ്. അന്ന് പോലീസ് പറയും, നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് എത്തിക്കും, റോഡിലേക്ക് എത്തിക്കും, പിന്നെ നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളത് അംഗീകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ പല വഴികളിലൂടെയും പയ്യന്നൂരിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി. അന്ന് സമ്പൂർണ്ണമായിട്ട് തകർന്നിട്ടുള്ള ആ ഓഫീസ്, അതിൽ പാർട്ടിയുടെ പ്രവർത്തനം സുരക്ഷിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണമെന്ന് പാർട്ടി നിശ്ചയിച്ചു. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഒരു ഘട്ടത്തിൽ ഒരു സ്ഥലത്തിന് അന്നത്തെ പാർട്ടി നേതൃത്വം, ഞങ്ങളൊക്കെ അന്ന് ജൂനിയറാണ്, ആദ്യം ഒരു അഡ്വാൻസ് കൊടുത്തു. അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല.
പിന്നീട് ഞങ്ങളൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന് ചുമതലകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അന്ന് മിച്ചം വന്നിട്ടുള്ള തുക കൊണ്ട് 15 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെതായിരുന്നു. അദ്ദേഹം അത് തരാൻ സമ്മതിച്ചു. ആ സ്ഥലം വാങ്ങിച്ചു. പിന്നീട് അതിന് തൊട്ടുള്ള ഒരു സ്ഥലം, അതിന് തൊട്ട് പിറകിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു. അതിന് മുന്നിൽ പയ്യന്നൂരിലൊരു പ്രധാനപ്പെട്ട ഡോക്ടർ, അദ്ദേഹം ഒരു ചെറിയ തുണ്ട് ഭൂമി പോലും കൈവശമുള്ളത് മറിച്ചു കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളല്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ ബന്ധം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകനൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അവരോടൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോമ്പൗണ്ട് ഉണ്ടാവണം ഈ ഓഫീസ് എന്ന നിലയിൽ അതിനു വേണ്ടിയുള്ള സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ ഒരു ഓഫീസ് നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ ആലോചിച്ച് കടന്നു. കോടിയേരി അതിന് തറക്കല്ലിട്ടു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയി. സാമ്പത്തിക സമാഹരണത്തിൻ്റെ പല വഴികളും ആലോചിച്ചു. അങ്ങനെയാണ് ഒരു പദ്ധതി പാർട്ടി ആവിഷ്കരിച്ചിട്ട് മുന്നോട്ടേക്ക് പോയത്. ഈ ഘട്ടത്തിൽ നോട്ട് നിരോധനം വന്നു. വലിയ പ്രയാസമായിരുന്നു, പ്രശ്നമായിരുന്നു. ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയുണ്ടായി. അതിൽ ഏതെങ്കിലും നിലക്ക് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനും ഞങ്ങൾ വലിയ നിലയിൽ റെസീറ്റൊക്കെ അടിച്ച് പുറത്തു പോയിട്ട് പിരിച്ചു എന്നുള്ള മട്ടിലൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പയ്യന്നൂരിലെ 8ഓ 9ഓ ബാങ്ക് റിട്ടയർ ഒക്കെ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഓഫീസിലെ ഈ നിർമ്മാണത്തിൻ്റെ മുഴുവൻ അക്കൗണ്ടുകളും കാര്യങ്ങളും നിർവഹിച്ചത്. ആർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന. അവരൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊക്കെയാണ് ഈ പൈസ എടുത്ത് ഇന്നലെ പറയാം എന്ന് അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാര്യമല്ലേ? നിങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യം പറയല്ലേ? ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷന് പൈസ പിരിച്ചു. ആര്? സ്ഥാനാർത്ഥി മധുസൂദനൻ. ഇലക്ഷനിൽ നമ്മൾ ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുള്ളത്, ഞാനത് ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം 2 സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ നൽകിയ സംഭാവന, ഒരു മാസത്തെ ശമ്പളം, അത് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിരുന്നു. ആ പണം പിരിച്ചത് കാണാനില്ല എന്നുള്ളത് താൻ തന്നെ പലതവണ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. അങ്ങനെ ഈ 2 ബാങ്കുകളിലെ ജീവനക്കാരുടെ മുഴുവൻ ശമ്പളത്തിന്റെ വിവരങ്ങൾ കണക്കിൽപ്പെടാതെ പോയിട്ടുണ്ടോ? ഇതാണ് പറയുന്നത്. ഈ തന്നെ ന്യായീകരിക്കുന്നതിന് എന്ത് കളവെന്ന് ഞാൻ പറയുന്നില്ല, എന്തും പറയും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് തന്നെ പയ്യന്നൂരിൽ ഇറങ്ങിയിട്ടൊന്ന് അന്വേഷിക്കുക. ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ അവരെങ്ങനെയാണ് ആ ഫണ്ട് സമാഹരിച്ചത്? ഇത് ഈ പറയുന്ന ഫണ്ടല്ല, ഇദ്ദേഹം പറയുന്ന ഫണ്ടല്ല. അത് ഈ ധനരാജ് കുടുംബ ഈ സമയത്ത് നമ്മൾ എല്ലാ ലോക്കലുകളിൽ നിന്നും പൈസ സമാഹരിച്ചു. അതിൽ ഒരു തുക കുന്നൊരു ലോക്കൽ, ധനരാജിൻ്റെ കുടുംബം നിൽക്കുന്ന വീട് നിൽക്കുന്ന ആ പാർട്ടി നിൽക്കുന്ന സ്ഥലം, ധനരാജിൻ്റെ ചില കുടുംബപരമായിട്ടുള്ള ചില ബാധ്യതകളും കാര്യങ്ങളും ബാങ്കിലുള്ള രേഖ എടുക്കണമായിരുന്നു വീട് കെട്ടുന്നതിന്. അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തിക ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. കുന്നരൂലെ പാർട്ടിയോട് പാർട്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ ആ കാര്യം നിർവഹിക്കണം. അതിന് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട് ഈ രേഖയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് ഉപയോഗപ്പെടുത്തണം. പാർട്ടി തീരുമാനമാണ്. അവർ തോന്നിയിട്ടോ ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞിട്ടോ അല്ല. കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അത് കൃത്യമായിട്ട് അവർ ചെയ്തു. മറ്റൊരു ലോക്കൽ എന്ന് പറയുന്നത് പെരളം ലോക്കൽ, ഒരു ചെറിയ സ്ഥാപനമാണ്. അവർ പിന്നീട് ആ തുക പാർട്ടിക്ക് നൽകി. ആദ്യഘട്ടത്തിൽ അവർക്ക് അത്രയൊന്നും പിരിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിലുള്ള കാര്യം. അതുതന്നെയാണ് സത്യം. അവർ പിന്നീട് ആ തുക പാർട്ടിക്ക് അടച്ചു. ആദ്യഘട്ടത്തിൽ ഈ 2 ലോക്കലിനും ഇങ്ങനെ ഒരു ഇളവ് പാർട്ടി കൊടുത്തിരുന്നു. അത് കൃത്യമായിട്ടും പാർട്ടിയുടെ മുന്നിലുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരാൾക്ക് മാത്രം ഇത് അറിയില്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അതിലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ അങ്ങേക്കടക്കം നടപടിയുണ്ടായി. അങ്ങേ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കുഞ്ഞികൃഷ്ണനെതിരെയും നടപടിയുണ്ടായി. അതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ആരോപണം ഉന്നയിച്ച എന്നെയും ആരോപണ വിധേയരെയും ഒരേപോലെ കമ്മീഷൻ പുറത്താക്കുന്നു, അത് അന്വേഷിച്ചവർ പുറത്താക്കുന്നു. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നതാണ് ചോദ്യം. സത്യത്തിൽ ഞാൻ ഏരിയ സെക്രട്ടറി ആയതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഒഴിഞ്ഞു നടക്കുന്ന ഒരാളല്ല. കാരണം ആരെങ്കിലും അവരാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില ആൾ പറയുന്നത് ഞാനൊന്നും അല്ല, ഞാൻ ശുദ്ധനാണ്, ബാക്കിയെല്ലാം മറ്റുള്ളവരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊന്നും കൈ കഴുകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി എന്താ പറഞ്ഞത്? സമയത്തിന് ഓഡിറ്റിംഗ് നടത്തി വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണമായിരുന്നു. ആ സമയത്തിന് അത് ചെയ്തില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്ക് പ്രയാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട്
അന്ന് പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ള ഇതിനുകൊണ്ട് രാവും പകലും പണിയെടുത്തിട്ടുള്ള പ്രവർത്തകരാണ്. പക്ഷേ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യണം. അതിൽ പാർട്ടി നടപടി എന്ന് പറയുന്നത് എന്താ? കോടിയേരിയുടെ വാക്ക് തന്നെയുണ്ട്. അത് ആരെയും ഇല്ലാതാക്കാനോ ആരെയും നശിപ്പിക്കാനോ അല്ല. ആ തെറ്റുകൾ ബോധ്യപ്പെടുത്തി ഭാവിയിൽ ആവർത്തിക്കാത്ത നിലയിൽ അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു നടപടിയുടെ ഉദ്ദേശം. എന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റി. ഞാനത് സ്വീകരിച്ചു. കാരണം എൻ്റെ പാർട്ടിയാണല്ലേ, എന്നെ കറക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ പാർട്ടിയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ഞാൻ വേറെ ഒരു പാർട്ടിയിലേക്കോ ഏതെങ്കിലും മാധ്യമത്തിൻ്റെ മുന്നിലേക്കോ ഞാൻ പോയിട്ടില്ല. കാരണം എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ MLA ആവുന്നത് എൻ്റെ എന്തെങ്കിലും കഴിവും ശേഷിയും കൊണ്ടാണ്? ഈ പാർട്ടിയുടെ തീരുമാനം കൊണ്ടല്ലേ? പാർട്ടിയായിട്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ആലോചനയില്ലല്ലോ. ഞങ്ങളൊരു വ്യാപാരം നടത്താൻ എവിടെയും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു നിലയിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ? എനിക്കറിയാം, ഞാൻ 250 രൂപ പ്രതിമാസ അലവൻസ് നിശ്ചയിച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. വെറും 250 രൂപ. ഞാൻ പൈസയുടെ കണക്കൊന്നും കൂട്ടിയിട്ടുള്ള ഒരാളല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് ഞങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നു വന്ന വഴികളെന്നുള്ളത്. പാർട്ടി തരുന്ന ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ AKG ആശുപത്രിയുടെ പ്രസിഡൻ്റായിരുന്നു. 40 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് അത് ലാഭത്തിൽ വന്നിട്ടുള്ളൊരു കാലത്താണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള എൻ്റെ ഒരു ഘട്ടത്തിലാണ് അതങ്ങനെ വന്നത്. ഞാനൊരു നയാപൈസയും അത്തരം സ്ഥാപനത്തിൽ നിന്ന് പാർട്ടി പറയാതെ എടുക്കുന്ന ഒരാവശ്യമില്ലല്ലോ. ഞങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. പയ്യന്നൂർ സഹകരണ ആശുപത്രി പയ്യന്നൂരിലെ അഭിമാന സ്ഥാപനമാണിപ്പോൾ. 500-600ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. 100ഓളം വിധവകൾ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞാനായിരുന്നു അതിൻ്റെ ഓണററി സെക്രട്ടറി. ടി ഗോവിന്ദേട്ടൻ MP ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായി. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങൾ ഈ പാർട്ടി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമല്ലേ ഇത്. അതെല്ലാം ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാം കണക്കെടുത്തിട്ട് പണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു, ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഞങ്ങളെ ശരിയിലേക്ക് കൊണ്ടുവരാനാണ്.